ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ, സത്യം. ഞങ്ങള് കമ്മൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പോലെയായി. ഇപ്പൊ പെർമാനന്റ് കമ്മൽ കിട്ടിയ പോലെ പ്രതീക്ഷിക്കണം. ഞങ്ങൾക്ക് മോതിരം കിട്ടി. ബാക്ക് ടു പിക്കി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന് വളരെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് അച്ഛൻ്റെ അമ്മേരും 39ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അല്ല അമ്മ, അപ്പൊ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിരിക്കാട്ടോ. ഞങ്ങളോട് ഇവരെ എന്താ പറയാ, കല്യാണം കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ വലിയൊരു പ്രണയകഥയൊക്കെ ആയിരുന്നു. നമ്മുടെ കുറെ വീഡിയോസിലൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ ദിവസം ഈ വെഡിങ് ആനിവേഴ്സറി വന്നത്. അതായത് 1986 ഏപ്രിൽ മാസം 24-ാം തീയതി മേഡം 11-ാം തീയതി വ്യാഴാഴ്ചയായിരുന്നു ഞങ്ങളെ വിവാഹം. അതുപോലെ തന്നെ ഇതിന് മുമ്പും ഒരു കൊല്ലം കൂടി വന്നിട്ടുണ്ട്. രണ്ടാമതും ഒരു കൊല്ലം കൂടി വരുന്നതാണ് 2025 ഏപ്രിൽ 24 മേഡം 11-ാം തീയതി വ്യാഴാഴ്ച ആണ് വെഡിങ് ആനിവേഴ്സറി. ഡേറ്റും 2 ഡേറ്റും വന്ന് ദിവസവും വന്നു. അങ്ങനെ സന്തോഷം. അതൊരു ശരി തന്നെയാണ്. അപ്പൊ നമ്മള് കല്യാണം കഴിഞ്ഞ ആ ഒരു ദിവസവും ഡേറ്റും ഒരുമിച്ച് കിട്ടുന്ന പറയുമ്പോൾ രസമല്ല, ഒരു ത്രില്ലും കൂടിയാണ്. പകലൊന്നും നമുക്ക് നമ്മളൊന്നും ആഘോഷിക്കുന്നില്ല. പകല് സാധാ പോലെ തന്നെ ചോറും കറിയും വെച്ചിട്ടുണ്ട്, അത് ഉച്ചയ്ക്ക് കഴിക്കുക. പിള്ളേരൊക്കെ ബർത്ത്ഡേക്ക് മാത്രമേ നമ്മള് ആഘോഷിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. വൈകുന്നേരം എന്തായാലും ആഘോഷിക്കും, കേക്കൊക്കെ കട്ട് ചെയ്യും. കാരണം ബർത്ത്ഡേ ആയാലും ആനിവേഴ്സറി ആയാലും എന്തായാലും കേക്ക് കട്ട് ചെയ്യാത്ത ഒരു പരിപാടി ഇല്ല. പിന്നെ ഉച്ചയ്ക്ക് നോർമലാണ്. പിന്നെ പിള്ളേരെ ബർത്ത്ഡേക്ക് മാത്രം നമ്മൾ സദ്യ എന്തെങ്കിലും വെക്കുക അല്ലെങ്കിൽ വാങ്ങിക്കുകയൊക്കെ ചെയ്യുക. പിന്നെ വൈകിട്ടേക്ക് പിന്നെ ഞങ്ങൾ പുറത്തു പോകാനായിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അപ്പൊ വൈകിട്ട് എന്തായാലും കേക്ക് കട്ട് ചെയ്യും. പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ എന്തുട്ടാ, അപ്പൊ അത്രയൊക്കെ തന്നെ. അപ്പൊ എന്താ പറയാ, വളരെ സന്തോഷമല്ല. 39 വർഷം കഴിഞ്ഞു. 40ാമത്തെ വർഷത്തിലേക്ക് എന്താ പറയാ മാതൃകാ ദമ്പതികളായിട്ട് കടന്നിരിക്കുകയാണ്. ഞങ്ങൾക്കൊക്കെ ഒരു മാതൃകയായിട്ട് അച്ഛന് ചെറിയൊരു സുഖക്കുറവുണ്ട് അച്ഛനെന്ന്. അപ്പം അച്ഛൻ റെസ്റ്റ് എടുത്തോട്ടെ വിചാരിച്ചു. ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും കൂടെ ഉണ്ടാകുന്ന വിചാരിച്ചു അച്ഛൻ കെടുക്കാണ് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് കെടുക്കാണ്. അപ്പം എന്താ, 5 പിള്ളേരൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേർ ഉറങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് വന്നിട്ട് ഇതേ ഇൻട്രോ എടുക്കണം കേട്ടോ. അമ്പലത്തിൽ പോയി കുടുംബക്ഷേത്രത്തിൽ പോയി വന്നു. അതെ, ഞങ്ങൾ ആദ്യം അങ്ങനെ ബാക്കി വീഡിയോസൊക്കെ നോർമൽ വീഡിയോ പോലെ തന്നെ ആയിരിക്കും. എന്തായാലും വീഡിയോ കേട്ടോളൂ. ഞാനപ്പോൾ രാവിലത്തെ ചായ കുടിയും അതേപോലെ തന്നെ ഇവരെ പരിപാടികളും കളികളൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അടിച്ചു വരാനായിട്ട്. അത് അടിച്ചു വാരി ഇട്ടപ്പോഴാണ് വെള്ളമൊക്കെ ഗ്ലാസ്സിൽ കൊണ്ടുവരും വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അത് രണ്ടിനും വായിൽ പിടിച്ച് തുപ്പും. എന്നിട്ട് ഓരോ സ്ഥലത്തായിട്ട് കുഞ്ഞു വെള്ളത്തുള്ളികൾ എടുക്കും. എന്നിട്ട് അത് ചവിട്ടി നടന്ന് കഴുക്കാക്കൂട്ടോ. അപ്പം നമ്മൾ നിഖിൽ ചേട്ടത്തെ ക്ലീൻ ചെയ്യാൻ പോകണം. അപ്പോൾ യൂസ് ചെയ്ത് നമ്മുടെ അഗാരോ റിജൻസി ഇലക്ട്രിക് സ്പിൻ മോപ്പാട്ടോ യൂസ് ചെയ്തത്. ഭയങ്കര സുഖമാണ് യൂസ് ചെയ്യാനായിട്ട്. പവർ ബട്ടൺ ഓൺ ആക്കുക, ജസ്റ്റ് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ കൊണ്ടെടുക്കുക. പിന്നെ സ്പ്രേ ബട്ടൺ ഉണ്ട്, വാട്ടർ സ്പ്രേ ബട്ടൺ ഉണ്ട്. അത് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളം വരും. ഒപ്പം തന്നെ LED ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കാണാത്ത സ്ഥലങ്ങളൊക്കെ ഈ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തുടച്ചെടുക്കാം കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ സ്റ്റിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ പറ്റും. നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും കേട്ടോ. ഇതിൻ്റെ വാട്ടർ ടാങ്ക് ഉണ്ട്, അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്തെങ്കിലും ക്ലീനിങ് ലിക്വിഡ് കൂടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. ഇത് റീചാർജബിൾ ആണ്. ഒരു 4 മണിക്കൂർ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 50 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കോഡ്ലെസ് ആയിട്ട്. ഇതിൻ്റെ ഒപ്പം 4 ഫൈബർ പാഡ്സ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ 2 ഇപ്പോൾ ഇത് റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റിയിട്ട് നമുക്ക് വേറെ 2 കൂടി യൂസ് ചെയ്യാം. അതായത് മാറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഉണ്ട്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അച്ഛനും അമ്മയോടും പറഞ്ഞിട്ടില്ലേ സിനിമയ്ക്ക് പോകുന്നത്, അതേപോലെ തന്നെ പുറത്ത് പോകുന്നത്. അപ്പോൾ എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഷേപ്പ് ചെയ്യാൻ കൊടുത്തപ്പോൾ മെഷീൻ പണി മുടക്കി, അത് ഇടാൻ പറ്റില്ല. അപ്പോൾ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ചെക്കന്മാരൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെയുള്ള നിമിഷങ്ങളാണ് നിങ്ങൾ
കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് നിമിഷങ്ങളാണ്. ഏറ്റവും അനിയൻ രണ്ടാമത്തെ ചേട്ടൻ്റെ മുടി ഇരി കൊടുക്കുന്നു, മൂത്ത ചേട്ടൻ മുടി ഇരി കൊടുത്തിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കാണിച്ചു തരാം. അമ്മേ വാവ് വാവ്. അടുക്കളയാണെങ്കിൽ കുറച്ചുകൂടിയും പണികളുണ്ട്. ഇച്ചിരി പാത്രങ്ങളും പിന്നെ കറികളൊന്നും ചൂടാക്കി വെക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോയി വരുമ്പോൾ ഒരു സമയമായിരിക്കും, പിറ്റേ ദിവസത്തേക്ക് അത് കേടാവാം. അങ്ങനെ കിച്ചൺ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്പം കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഇനിയിപ്പോൾ എന്താ, പിള്ളേരെ റെഡി ആക്കിയിട്ടുണ്ട്, ഇനി നമുക്ക് റെഡി ആവണം. അതിന് മുന്നായിട്ട് അമ്മതേ പുറത്തിരിക്കുകയാണ്, അച്ഛനും പുറത്തിരിക്കുകയാണ്. അവരോട് പോയിട്ട് റെഡി ആവാൻ പറയണം. അതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ നിഖിൽ ചേട്ടനൊക്കെ പോയിട്ട് കേക്കും, നിഖിൽ ചേട്ടനും നിതീഷ് ചേട്ടനും പോയിട്ട് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അച്ഛനമ്മയ്ക്ക് എന്തായാലും അറിയാം കേക്ക് വാങ്ങിക്കും സംഭവങ്ങളും, അത് നമ്മുടെ ആരെ ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കും ഒക്കെ നമ്മൾക്ക് പതിവാണ്. അപ്പം ഞാൻ പോയിട്ട് അവരോട് റെഡി ആവാൻ പറയട്ടെ, എന്താ പറയണമെന്ന് നോക്കാം കേട്ടോ. കമോൺ ഗോ ആൻഡ് ഡ്രസ് മാറൽ. അമ്മ സാരി മാറമ്മ. പുറത്ത് പോണ കേസൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഡ്രസ്സ് മാറാൻ. കാരണം ഒന്ന് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഈ സാരി എടുത്തെടുക്കട്ടെ. അപ്പം അച്ഛനാണെങ്കിൽ ഇതേ വാർത്ത കണ്ടിരിക്കാൻ പോകണുള്ളൂ കേട്ടോ. അങ്ങനെ അവർ ഡ്രസ്സ് മാറാൻ പോയിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ ടേബിളും സംഭവങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ എല്ലാവരുടെ പരിപാടിക്കും കേക്ക് കട്ടെ. വയറുവേദന എടുത്തിട്ട് നിക്കാൻ പറ്റണില്ല. അപ്പം എന്തല്ലോ എന്താ ചെയ്ത പാറു? കാശിക്കുട്ടാ വാടാ. അയ്യോ അയ്യോ മോനെ നന്നു പോയടാ, നന്നു പോയടാ. എനിക്കും മതാടാ, എനിക്കും മതാടാ. അയ്യേ ഹായ് ഹായ് ലവ് യു എന്ന് പറഞ്ഞേ. ഐ ലവ് യു ഉമ്മ. ഹായ് ഗൈസ് എന്ന് പറഞ്ഞേ പറയടാ. അല്ലുവിനെ വിളിച്ചേ. എടാ നാനു വാടാ, നാനു പോയി. ഇനി കുറച്ച് മേക്കപ്പ് ആവാം ഗൈസ്. നമ്മൾ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പം അച്ഛനമ്മയെ നോക്കിക്കൊണ്ടിരിക്കട്ടെ, ഇവരെന്തിനാ ഒന്ന് വീട്ടിൽ വെച്ച് കേക്ക് മുറിക്കുന്നതിന് ഇത്ര ആർഭാടമായിട്ട് ഒരുങ്ങുന്നത്. എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഏത് ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുന്നത്. ഞാനങ്ങനെ എപ്പോഴും ഒരേ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യാറില്ല, ചിലർക്ക് മാറ്റി മാറ്റി പരിശോധിച്ച് നോക്കും. ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാട്ടെ ലാക്മേരെ വിറ്റാമിൻ സി ഫൗണ്ടേഷൻ പ്ലസ് സിറം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ്. അത് നല്ലതാട്ടെ, എൻ്റെ സ്കിന്നിന് കറക്റ്റ് നന്നായിട്ട് ബ്ലെൻഡ് ആവുകയും ചെയ്യും. പ്ലസ് എനിക്ക് സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് തന്നെ ഇതുവരെ യാതൊരു പ്രശ്നവും ഇല്ല. അങ്ങനെ ലിപ്സ്റ്റിക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, മാറി മാറി യൂസ് ചെയ്യും. അതേപോലെ തന്നെ ബ്ലഷ് ആയാലും മാറി മാറി യൂസ് ചെയ്യും. പക്ഷേ ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, കാരണം എനിക്ക് ചിലപ്പോൾ പറ്റൂല ചില ഫൗണ്ടേഷൻസൊക്കെ. അപ്പോൾ അങ്ങനെ എന്താ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ചേട്ടൻ്റെ കേക്ക് എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണെന്ന് തോന്നുന്നുണ്ടോ? അതന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ആയിരുന്നു കേക്ക്. അപ്പോൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അച്ഛ അമ്മ എന്ന് അതിമനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതേ അച്ഛനും മക്കളും കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ്. ഇത് ഞാൻ കുട്ടച്ഛനും അതേപോലെ തന്നെ നമ്മുടെ കണ്ണച്ഛനും ഒരേപോലത്തെ ഷർട്ടിൻ്റെ തുണി എടുത്തായിട്ടാ അന്ന് പോയിട്ട്. പിന്നെ അച്ഛനും അമ്മയെ എപ്പോഴും മാച്ച് ഇടുള്ളൂ. അതായത് എങ്ങോട്ട് പോവുകയാണെങ്കിലും ഒരു കല്യാണത്തിന് അല്ലേ തൊട്ടപ്പുറത്തേക്ക് പോവുകയാണെങ്കിലും അവർക്കെല്ലാം മാച്ചിന് ഐറ്റംസ് ഉണ്ട്. അതായത് പക്കാ മാച്ച് ആയിരിക്കില്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ടെങ്കിലും അതേപോലെയുള്ള സംഭവങ്ങളെ ഞാൻ പണ്ടേ ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ കല്യാണത്തിന് മുന്നേ ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ അമ്മായിമ്മയും അമ്മേശ്വരും മാച്ചിനിട്ടേ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. ഹാപ്പി ആനിവേഴ്സറി ടു യു, ഹാപ്പി ആനിവേഴ്സറി ടു യു, ഹാപ്പി ആനിവേഴ്സറി ഡിയർ കുട്ടശ്രീ, ഹാപ്പി ആനിവേഴ്സറി ടു യു, ഹാപ്പി ആനിവേഴ്സറി ടു യു, ഹാപ്പി ആനിവേഴ്സറി ടു യു, ഹാപ്പി ആനിവേഴ്സറി നമ്മുടെ വീട്ടിൽ ആരുടെ ബർത്ത്ഡേ ആയാലും ആനിവേഴ്സറി ആയാലും ഞാനായിരിക്കും അതിമനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സോങ് പാടുക. അതെന്താണെന്നറിയില്ല, ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെയൊക്കെ പാടാൻ തോന്നും. അങ്ങനത്തെ കേക്ക് തന്നിട്ടുണ്ട്. കേക്കിനാണെങ്കിൽ നല്ല മധുരമായതുകൊണ്ട് കൈ സീരിയസ്ലി ചുമ്മാ പറയില്ല, നല്ല മധുരമായിരുന്നു. എനിക്ക് കുറച്ചധികം മധുരമായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അതായത് എരി കൂടിയാലും എനിക്ക് ഒരു പ്രശ്നമില്ല.
മേടമാസം 11-ാം തീയതി വ്യാഴാഴ്ച എല്ലാം ഇക്കൊല്ലം കിട്ടി. എല്ലാം ഇക്കൊല്ലം കറക്റ്റായിട്ട് കിട്ടി. എല്ലാം കറക്റ്റായിട്ട് കിട്ടി. എനിക്ക് മുമ്പ് 3 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. വന്നിട്ടുണ്ട് ഇതുവരെ. 39 വർഷത്തിന് ശേഷം 2 പ്രാവശ്യം പോലെ ഇതെന്നും നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഗൈസ്, അപ്പം നമ്മൾ അച്ഛനും അമ്മയ്ക്കും ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസമായി വാങ്ങിച്ചു വെച്ചിട്ട്. അപ്പോൾ ഇന്ന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചാണ്. നമുക്ക് എടുക്കാട്ടോ. ഞാനും ഞങ്ങൾ എന്താ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മയ്ക്ക് റിങ് കൊടുത്തു. അതേപോലെ തന്നെ അച്ഛനും റിങ് എടുത്തിട്ടുണ്ട്, മോതിരം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് ഒന്നുമില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം ഞാൻ കേക്ക് കട്ട് ചെയ്ത് അപ്പം തന്നെ ഗിഫ്റ്റ് കൊടുക്കണതാണ്. കുറച്ച് കേക്ക് കട്ട് ചെയ്ത് കഴിച്ചു. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഗിഫ്റ്റൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇത് ശരിക്കും ഞാൻ ആനിവേഴ്സറിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചല്ല കേട്ടോ. ഇത് 2 ആഴ്ച ഇത് വാങ്ങിച്ചു വെച്ചിട്ട് എനിക്കൊരു കുറി ഉണ്ടായിരുന്നു. ആ കുറി സ്വർണ്ണക്കുറി ആയിരുന്നു. അതെടുക്കാൻ പോയപ്പോൾ അമ്മയ്ക്ക് ഞാൻ മോതിരം വാങ്ങിച്ചു വെച്ചാണ്. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ആനിവേഴ്സറിക്ക് കൊടുക്കാമല്ലോ. അതപ്പോൾ തന്നെ 5 അപ്പം അച്ഛനൊരു റിങ് വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാണ് ആ റിങ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതിപ്പോൾ ഒരുപാട് ദിവസം എൻ്റെ കയ്യിലിരിക്കണം. എനിക്ക് എപ്പോഴും തോന്നും അമ്മയ്ക്ക് ഇത് എടുത്ത് കൊടുത്താലോ. കാരണം എനിക്കിത് കൊടുക്കാണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലൊരു മുഹൂർത്തം നോക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. മോളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടോളൂ. നോക്ക് നോക്കൂ. ശരിക്കും കണ്ട അച്ഛന്റെ മോതിരം ഇതാണ് കേട്ടോ. അമ്മ കണ്ട? സീതയ്ക്ക് മോതിരം മണിക്ക് അത് കൈ വിട്ടാൽ മതി. അപ്പുറത്തേക്ക് വിടുന്നു. ഓക്കെ, എന്തൊരു ചേലാണ്. പ്രതീക്ഷിച്ചില്ല സത്യം. ഞങ്ങള് കമ്മല് ഈ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പോലെ ഇപ്പൊ പിറന്നാളിന് കമ്മല് കിട്ടിയ പോലെ ഒട്ടും പ്രതീക്ഷിക്കാണ് ഞങ്ങൾക്ക് മോതിരം കിട്ടിയത്. ഒട്ടും വിചാരിച്ചിരുന്നില്ല. നിങ്ങൾ സന്തോഷപ്പെടുമാരും സന്തോഷങ്ങൾ തന്നെ. കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി. എന്റെ ജീവിതത്തില് ഞങ്ങൾ നിങ്ങളോട് തുറന്നു പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നില്ല ആദ്യം. ഒരിക്കലും നമ്മള് സാഹചര്യങ്ങൾ അതുകൊണ്ട് നമുക്ക് എന്റെ മക്കളാണത്. അതുകൊണ്ട് 4 മക്കളുള്ള പറയില്ല സത്യം. ഒരാൾക്കും കാണാനോ ഇന്ന് കാണുന്നത് നമുക്ക് ഏറ്റവും സന്തോഷം. ഇതൊന്നും വിചാരിച്ചിരുന്ന ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് ഏറ്റവും വലുതെന്ന് വെച്ചാല് ഇതൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അതാണ്
ഇപ്പൊ ഏറ്റവും സന്തോഷം തോന്നുന്നത്. ഗൈസ് ഇമോഷണലായി. അപ്പൊ ഞങ്ങള് അച്ഛനമ്മ ഈ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ നെഞ്ചിൻ്റെ അകത്ത് കുത്തിക്കൊണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളും ഇത്രയും പ്രതീക്ഷിച്ചില്ല. അവർക്ക് ഈ ഒരു സമ്മാനം കൊടുക്കുമ്പോൾ അവർക്ക് ഇത്രയും സന്തോഷമാവുന്നു. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അവരെക്കാളും കൂടുതൽ സന്തോഷം ഞങ്ങൾക്കാണ്. കാരണം നമ്മളാൽ, അവരെ മരുമക്കളാൽ, അവരുടെ മക്കളാൽ അവരിത്രയും ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ എന്താ വേണ്ടത്? ഞങ്ങൾ ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? നമുക്കൊരുപാട് പണമോ പ്രതാപമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മളെപ്പോഴും സാധാരണക്കാരായിട്ടിരിക്കുക, നമ്മളാൽ കഴിയുന്ന സഹായം ആർക്കാലും ചെയ്തു കൊടുക്കുക, നമ്മളാൽ ആരെങ്കിലും സന്തോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, അതുതന്നെയാണ് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ദൈവം മുകളിൽ നിന്ന് കാണുന്നത്. എനിക്ക് ഇത് പറയുമ്പോഴും എനിക്ക് ഭയങ്കര സങ്കടമുണ്ടായി. വീഡിയോ ഇങ്ങനെ ഇന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ദൈവം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഈ ഒരു സന്തോഷത്തിൽ നമ്മളാർക്കും ഒരു എന്താ പറയുക ഉപദ്രവം ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളെ കൂടെ ഉണ്ടാവും ഞങ്ങളെ കൂടെ. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. നമ്മളൊരു പുതിയൊരു സ്ഥലം ട്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. എല്ലാവർക്കും ഓരോ ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുട്ടും ബീഫും, പുട്ടും ചിക്കനും, കാട ഫ്രൈയും, പൊറോട്ട ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. കാരണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ദ്രോഹിച്ചോട്ടെ. കാരണം മുകളിലിരിക്കുന്ന ദൈവം കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രവർത്തികൾ നമ്മൾ ഓരോരുത്തർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം കാണുന്നുണ്ട്. അതിനുള്ള നന്മ ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും കിട്ടും. അങ്ങനെ ദുഷ്ടന്മാരെ പന പോലെ വളർത്തുമെങ്കിലും ഒരു ദിവസം നേരെ കൊണ്ട് താഴ്ത്തിക്കിടുകയും ചെയ്യും. അത് എനിക്ക് പലരുടെയും കാര്യത്തിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ദൈവഭയം അതേപോലെ തന്നെ കർമ്മഭയം ഉണ്ടായിട്ടുണ്ടായാൽ മാത്രം മതി നമുക്ക് ജീവിതത്തിൽ എന്നും നമുക്ക് നല്ലത്. അപ്പോൾ ഗൈസ്, കീത്തുവിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾക്ക് ശേഷം ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച് സിനിമ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഈ വഴിയിലല്ലേ വീട്ടിലേക്ക് പോവാറ്, നമ്മൾ നേരെ തിരിച്ചിട്ടല്ലേ പോവാറ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇത് മാത്രമല്ല, വേറൊരു സർപ്രൈസും കൂടി ബാക്കിയുണ്ട്. ഫിലിം കൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോവാന്ന്. അപ്പോൾ നമ്മളെ മുഗൾ മാളിൽ മരണമാസിനായിട്ട് ടിക്കറ്റ് എടുത്ത് ആ ഒരു സമയത്ത് തുടരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മരണമാസിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളൊരു അരമണിക്കൂർ മുന്നേ എത്തിയിട്ടുണ്ട്. സാധാരണ നമ്മൾ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് എത്താറുള്ളൂ. പക്ഷേ ഇപ്പോഴായപ്പോൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ അരമണിക്കൂർ മുന്നേ എത്തും. അത് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഇവരെയും കൊണ്ട് അത്രയും നേരം അവിടെ മേയിച്ചുകൊണ്ട് നടക്കണം. അതാകുമ്പോൾ നേരെ ഓടി കറക്റ്റ് ടൈമിന് എത്തില്ലെങ്കിൽ നേരെ ഓടി തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറാം. കയ്യിലെടുത്തുണ്ടോ? അവിടെ ഓടിക്കളിച്ച് നമ്മുടെ അന്നുവിൻ്റെ കാലൊക്കെ ഒന്ന് ഉരഞ്ഞു പൊട്ടിയിട്ടുണ്ട്. എൻ്റെ പൊന്നും മക്കളെ, ഈ ഒരു കാല് പൊട്ടിയതിന് എടുക്കാൻ പറഞ്ഞിട്ട് ആ സിനിമ കഴിഞ്ഞ് അവൻ ഉറങ്ങണ നേരം അവൻ്റെ കാലം ആരെയും തുടിപ്പിച്ചിട്ടില്ല. കാരണം കാലനക്കാനേ അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. അത്തരം ഒരു എന്താ പറയുക അതിമനോഹരമായ അഭിനയമാണ് അവിടെ കഴിച്ചു വെച്ചത്. പിന്നെ പോപ്കോണൊക്കെ കണ്ടിട്ട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളിപ്പോൾ വാങ്ങിച്ചില്ല, ഒരു വെള്ളം കുപ്പി വാങ്ങിച്ചു. അവർക്കും ഇതിലൊരാൾക്ക് തലവേദന എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ബേസിൽ ജോസഫിൻ്റെ കോമഡി പടം കാണാനാണ് എത്തിയിട്ടുള്ളത്. അപ്പോഴേക്കും അഞ്ജുവിന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ബാത്റൂമിലൊക്കെ പോയി അവിടുത്തെ മിററിലെടുത്ത് ജസ്റ്റ് ഒരു വീഡിയോ മാത്രമാണ്. നമ്മളിങ്ങനെ മിറർ കാണുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളിങ്ങനെ ക്യാമറ ഇങ്ങനെ പൊങ്ങി വരും, എന്തിന് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ. അവിടെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റി വിടാൻ സമയമായിരിക്കുന്നു. നമ്മൾ കയറട്ടെ. ഇപ്പോഴായ പിന്നെ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ അധികം വാശികൾ പിടിക്കാറില്ല. പക്ഷേ എനിക്കിങ്ങനെ പറയുമ്പോൾ പേടിയാണ്. കാരണം അടുത്ത സിനിമയ്ക്ക് പോകുമ്പോൾ വാശി പിടിച്ചാലോ ഞാൻ തിരുത്തി പറയേണ്ടി വരില്ലേ. സീരിയസ്ലി ആയിട്ട് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാക്കാറില്ല. ആദ്യമൊക്കെ പോകുമ്പോഴായാലും ഏതെങ്കിലും ഒരു സമയത്ത് ഒരാളെയും കൊണ്ട് പുറത്ത് പോയി ഉറങ്ങണ സമയമാകുമ്പോൾ കുറച്ച് ഭ്രാന്ത് പിടിക്കുമായിരുന്നു. ഇപ്പം ഇങ്ങനെയല്ല. ഇപ്പം ഇങ്ങനെ പോപ്കോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതും തിന്നിങ്ങനെ ഇരുന്നോളും. പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ കാണിച്ചു കൊടുക്കും. പിന്നെ അതിലുറക്ക സമയമാകുമ്പോൾ നേരെ എൻ്റെ തോളിൽ ചാഞ്ചും. പിന്നെ ഇതും അവർ ശീലിക്കട്ടെ. സത്യം പറഞ്ഞാൽ നമ്മുടെ പിള്ളേരെ എല്ലായിടത്തേക്കും കൊണ്ടുപോയിട്ട് അവർക്ക് എല്ലാ കാര്യത്തിനോടും അവരൊരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇത്രയും പിള്ളേരെയൊക്കെ കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ നോക്കും, സിനിമാ തിയേറ്ററിലേക്ക് അംഗൻവാടി കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞിട്ട്. പക്ഷെ അവരെതിരായിട്ട് ഒരു ശല്യമൊന്നും അങ്ങനെ കരഞ്ഞ് പൊളിച്ച് ബഹളമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊന്ന് കരഞ്ഞ അവസരങ്ങൾക്കൊക്കെ നമ്മൾ നേരെ പുറത്തുണ്ടായിട്ട് ഉറക്കിയിട്ട് കൊണ്ടുവരാണ് ചെയ്യുക. അല്ലാണ്ട് നമ്മളടുത്തിരിക്കുന്നവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. അങ്ങനത്തെ പടം കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങാണ്. ഒരു എവറേജ് പടം എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കര കോമഡി ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. നമ്മളെന്തായാലും നേരെ തിരിച്ച് വീട്ടിലേക്കാട്ടോ പോണക്കായി സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട്